ഇന്ന് സ്പൈഡർമാൻ റോൾ പ്ലേ ചെയ്ത ടോം ഹോളണ്ടിൻ്റെ ഇൻസ്പയറിംഗ് ആയ കഥയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അദ്ദേഹം 1996 ലണ്ടനിലാണ് ജനിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഡാൻസിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു. 9-ാം വയസ്സിൽ അദ്ദേഹം ഡാൻസിങ് ആരംഭിച്ചു. ചെറുപ്പകാലത്ത് TV-യിലെ മ്യൂസിക്കിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യുന്നതായി അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു. ഡാൻസിലുള്ള അവൻ്റെ പാഷൻ കണ്ട് അവൻ്റെ മാതാപിതാക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഡാൻസ് ക്ലാസ്സിൽ അവനെ ജോയിൻ ചെയ്യിച്ചു. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് അവൻ്റെ സഹപാഠികൾ അവനെ വളരെയധികം കളിയാക്കുമായിരുന്നു. മെന്റലി സ്ട്രോങ് ആയ ടോം ഇതിനെയൊന്നും വകവയ്ക്കാതെ തൻ്റെ പാഷനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി പല ഡാൻസ് പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അഭിനയത്തോട് താല്പര്യം തോന്നുകയും അങ്ങനെ 2012 ദി ഇംപോസിബിൾ എന്ന മൂവിയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ അഭിനയത്തിലുള്ള മികവും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്പൈഡർമാനായി കാസ്റ്റ് ചെയ്യപ്പെടുവാൻ കാരണമായി. അങ്ങനെ പല സ്പൈഡർമാൻ മൂവീസിലും സ്പൈഡർമാൻ്റെ റോൾ പ്ലേ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ ആക്ടേഴ്സിൽ ഒരാളായി മാറാൻ ടോം ഹോളണ്ടിന് സാധിച്ചു. ക്യാപ്റ്റൻ അമേരിക്ക, സിവിൽ വാർ, അവെഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ, അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റു പല പോപ്പുലറായ മൂവീസാണ്. ടോം ഹോളണ്ടിൻ്റെ ജീവിതകഥ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും കളിയാക്കലുകളും ഉണ്ടാവുന്നത് സാധാരണമാണ്. ടോം ഹോളണ്ടിൻ്റെ ഡാൻസിനോടുള്ള പാഷൻ പല കളിയാക്കലുകൾക്കും കാരണമായെങ്കിലും പിന്നീട് ഈ പാഷനാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് നമ്മളും നമ്മുടെ യുണീക്കായ ടാലൻസിനെ, പാഷനുകളെ കണ്ടെത്തി അവയെ വളർത്തുവാൻ ശ്രമിക്കണം. പാഷനും സ്ഥിരതയും ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ സഹായിക്കുന്നു.